ഈ ദൂത്, ഈ സന്ദേശം കർത്താവ് തന്ന സമയത്ത് എന്നോട് ചില ആലോചനകൾ, ചില അരുളപ്പാടുകൾ, ഭവിഷ്യമാണ് ഈ ദൈവാത്മാവ് ഇടപെടാനിടയായി. ചില വിഷയങ്ങൾക്കകത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ചിലർ ഇതിന്റെ അകത്ത് ഈ സൂമിൽ ജോയിൻ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത് മാതാപിതാക്കളാകാം, കുഞ്ഞുങ്ങളാകാം. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിങ്ങൾക്കൊരു ജയം ദൈവം തരാൻ പോകുകയാണ്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പലതും മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ആ പോയിന്റിനകത്ത് തന്നെ നിൽക്കുക. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ബാല്യക്കാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് യങ്സ്റ്റേഴ്സ് എന്നാണ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ. യൗവനക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് 3 കാര്യം ആ ഒറ്റ വാക്യത്തിൽ പറയുന്നു. ഒന്ന്, നിങ്ങൾ സ്ട്രോങ് ആണ്. എത്ര പേര് സ്ട്രോങ് ആണ്? നമ്മള് കൂടുതലും ചെറുപ്പക്കാരായതുകൊണ്ട്, യൗവനക്കാരായതുകൊണ്ട്, യൂത്ത് ആയതുകൊണ്ട് പറയാതറിയാം, നമ്മൾ സ്ട്രോങ് ആകാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകത, കർത്താവ് 3 തലത്തിലും നമ്മളെ സ്ട്രോങ് ആക്കും. നമ്മളെ 3 തലത്തിലും സ്ട്രോങ് ആക്കും. ഫിസിക്കലി നമ്മളെ സ്ട്രോങ് ആക്കും, മെന്റലി സ്ട്രോങ് ആക്കും, സ്പിരിച്വലി സ്ട്രോങ് ആക്കും. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി നല്ല ഹല്ലേലൂയ പറയാം. നമ്മുടെ ഏതെങ്കിലും പരിശുദ്ധാത്മാവിനോട് നിങ്ങളോട് പറയാൻ പറയുന്നു, ഏതെങ്കിലും ഒരു ഏരിയ ഇന്ന് ലോ ആയി കിടക്കുന്നെങ്കിൽ, വീക്കായി കിടക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ വചനം കൊണ്ട് അവിടെ സ്ട്രോങ് ആക്കാൻ പോവുക. ഹല്ലേലൂയ. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറയാം. നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ബലമൊക്കെ മതിയെന്നും പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശക്തീകരിക്കാൻ പോവാ കർത്താവ്. കർത്താവ് എന്തോ വലിയ ആത്മയുദ്ധത്തിന് വേണ്ടി നമ്മളെ ശക്തരാക്കാൻ പോവുകയാണ്. നമ്മൾ തോറ്റെടുത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നമുക്ക് ജയം തരാൻ പോവുകയാണ്. നമ്മുടെ മേൽ വീണ അഭിഷേകം ജയം നൽകുന്ന അഭിഷേകമാണ്. നമ്മുടെ മേൽ വീണ അഭിഷേകം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല. നിങ്ങളുടെ കയ്യിലുള്ള ദൈവത്തിന്റെ വചനം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കൂടെ നിന്ന് കർത്താവ് നമ്മളെ ശക്തീകരിക്കാൻ പോവുകയാണ്. വചനം പറയുന്നത്, നിങ്ങൾ ശക്തരാകയാൽ, നിങ്ങൾ ശക്തരാകയാൽ നിങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, പരിശുദ്ധാത്മാവിന് നിങ്ങൾ ശക്തരാകയാൽ നിങ്ങളോട് ചിലത് പറയാനുണ്ട്.
അതിന്റെ അർത്ഥം ഇതാണ്, ശക്തി ഇല്ലാത്തവരോടും ദൈവം സംസാരിക്കും, ശക്തരോടും കർത്താവ് സംസാരിക്കും. तो मतलब क्या है कि जिसके पास बल नहीं है उससे परमेश्वर बात करता है, और जिसके पास बल है, जो बलवान है, उससे भी परमेश्वर बात करता है. ശക്തി ഇല്ലാത്തവരോട് കർത്താവ് എന്തിനാ സംസാരിക്കുന്നത്? കർത്താവ് ഇടപെടുന്നത് ശക്തരാകാൻ വേണ്ടി. जिसके पास बल नहीं है उससे परमेश्वर क्यों बात करता है? जिसको बल प्राप्त करे. പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, നാം നിൽക്കുന്ന ഈ പടയിൽ നമ്മെ ഈ പടയിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം. और मैं बच्चे में ऐसा है कि हम जिस क्षेत्र पर खड़े हैं या जहाँ पर जिस रणभूमि पर हम खड़े हैं, उस रणभूमि पर जिसने हमें लेकर आया तो हम स्तुति करें. നമ്മളൊരു ആത്മീയ യുദ്ധത്തിന്റെ അകത്താണ് നിൽക്കുന്നത്. हम एक आत्मिक युद्ध के अंदर खड़े हैं. നമുക്കൊരു ജയം വേണം. हमें एक जय की जरूरत है. ഇന്ന് രാത്രി തോറ്റു പോകത്തില്ല. കർത്താവ് നമ്മളെ സഹായിക്കാൻ പോവുകയാണ്. हमें आसान से परमेश्वर कहते हैं हम हारेंगे नहीं, लेकिन हम जय जीत लेने वाले हैं. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. मैं जो कह रहा हूँ आप इसे समझ ले. ഇതിനകത്ത് യൗവനക്കാരുണ്ട്, മാതാപിതാക്കളുണ്ട്. इसके अंदर नौजवाने भी हैं और माता पिताएं भी हैं. എല്ലാവരും ശക്തരാകണം. सभी लोग बलवंत हो जाते हैं. എന്നാൽ കർത്താവിന്റെ വചന വെളിപ്പാട് ഞാനൊരു കാര്യം പറയാം. लेकिन परमेश्वर की वचन की प्रकाशन से मैं बातें कहता हूँ. പിശാച് एപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നൊരു സമയം യൗവനമാണ്. शैतान हमेशा टारगेट करने वाला एक क्षेत्र है या एक पीरियड है, वो हमारे नौजवानी का है. ആമേൻ. നമ്മുടെ യൗവനത്തെ പിശാച് എപ്പോഴും ടാർഗറ്റ് ചെയ്യും. हमारी नौजवानी के, हमारी जवानी के उम्र को परमेश्वर शैतान हमेशा नजर रखता है. നമ്മുടെ മേൽ വീണ അഭിഷേകം ഇല്ലാതാകാൻ, हमारे अंदर बात करने वाले अभिषेक को व्यक्त करने वाला, നമ്മുടെ ശക്തി കുറഞ്ഞു പോകാൻ, हमारी शक्ति को कम करने, യുദ്ധം ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ, युद्ध करके हम पराजय हो जाते, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ നിൽക്കാൻ, തുടരാൻ, हम जिस अवस्था पर खड़े हैं वैसे ही अवस्था पर ही बने रहते जाने के, ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ മൂവ് ചെയ്യാതിരിക്കാൻ, एक कदम भी हम आगे रख नहीं पाते हैं, नहीं पाने के लिए നമ്മുടെ യൗവനത്തിൽ പിശാച് ശക്തമായി ഫൈറ്റ് ചെയ്യും. हमारी जवानी की उम्र में शैतान अपनी सामर्थ्य की तौर से वो युद्ध करता रहेगा. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, लेकिन परमेश्वर का आत्मा कहता है നിങ്ങൾ ശക്തരാകുന്ന സമയം മുതൽ आप जब से बलवंत होने लगते, കാര്യങ്ങൾ തിരിയാൻ തുടങ്ങും. जब से हर बातें एक मोड़ ले लेती है, പിശാച് നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. शैतान आपसे डरने लगता है, നിയമങ്ങൾ നിങ്ങളുടെ അടുത്ത് വരാൻ തുടങ്ങും. नियम आपके पास, कानून आपके पास आने लगते हैं, നിങ്ങൾക്കെതിരെ നിന്നവരെ മുഴുവൻ നിങ്ങളുടെ അടുത്ത് വരാൻ തുടങ്ങും. मैं जो आपके खिलाफ खड़े थे वे लोग आपके पास आने लगेंगे. ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ഒരു നല്ല ഹാലലിയ പറയാം. विश्वास करते हैं कोई अच्छा हालेलुया. ഇന്ന് രാത്രി ഒരു ജയത്തിന്റെ രാത്രിയാന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? कितने लोग ऐसा विश्वास कर पाएंगे कि मैं कहूँ कि आज का रात जय की रात है, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്കൊരു വലിയ ജയം തരാൻ പോകാം. और आत्मा आज रात को हमें एक बहुत बड़ा जीत देने वाली है. ആമേൻ. ജയിക്കണമെങ്കിൽ ജയിക്കേണ്ടത് എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. अगर जय प्राप्त करना है तो हमें किस क्षेत्र पर जय प्राप्त करना है वो जानना जरूरी है. ഒരു നല്ല ഹാലലിയ പറയാം. अच्छी हालेलुया. ജയിക്കേണ്ടത് എവിടെയാണെന്ന്, എന്തിനെയാണെന്ന് മനസ്സിലാക്കാതെ ജയിക്കാൻ പറ്റില്ല. हमें कहाँ पर जय प्राप्त करना है, किससे हमें जय प्राप्त करना है, अगर जब तक हम वो समझेंगे नहीं तब हम जय प्राप्त नहीं कर सकते. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇത് സൂം പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ജയം നൽകുന്ന അഭിഷേകം വീഴാൻ പോകുക. आज आपको कितने लोग ऐसा विश्वास कर पाएंगे कि मैंने ये जय प्लेटफॉर्म हो, लेकिन यहाँ पर बैठे हुए हर एक व्यक्ति के ऊपर जय देने वाला एक अभिषेक मिलने वाली है. ഹാലലുയ. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യും. आप केवल प्रार्थना करते ही बैठे रहो, परमेश्वर आज आपको आत्मा का अभिषेक से भरेगा. ആമേൻ. കർത്താവ് പറയുന്നു, യൗവനക്കാരെ നിങ്ങൾ ശക്തരാണ്. वचन कहते हैं कि हे नौजवानों आप बलवंत हो. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ലേഖനത്തിൽ യോഹന്നാൻ പറയുകയാണ്, ഈ സഭയുടെ ഒരു ഭയങ്കര ക്വാളിറ്റി അവിടെ
മൈൻഡ് സ്ട്രെങ്ത് ഉള്ള ശക്തരായ ഒരു കൂട്ടം യൗവനക്കാരുണ്ടായിരുന്നു. इस पत्री पर लेखक इस प्रकार से कहता है कि इस कलीसिया के अंदर बलवंत मतलब काफी सामर्थी एक छोंद नौजवान लोग थे। എന്തു വന്നാലും ഞങ്ങൾ യേശുവിനെ ആരാധിക്കും. कुछ भी हो जाए मैं यीशु की आराधना करूंगा, എന്തു വന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകും. कुछ भी आ जाए मैं आगे बढ़ता चलूंगा, എന്തു വന്നാലും ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കും. कुछ भी हो जाए मैं यीशु के नाम का प्रचार करूंगा। അങ്ങനെ ശക്തരായ ഒരു കൂട്ടം യൗവനക്കാർ, ऐसे सामर्थी एक छोंद नौजवान लोग, ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട് പിശാചിനെ ജയിക്കാൻ. बहुत लोगों ने परिश्रम किया है शैतान को जीतने का, പക്ഷെ പലപ്പോഴും പരിശ്രമങ്ങൾ പരാജയബോധങ്ങളിലേക്ക് പോവുകയാണ്. लेकिन कई लोगों का परिश्रम पराजय पे चले जाते, പരിശ്രമിച്ച് പരിശ്രമിച്ച് കുഴഞ്ഞു പോവുക, ക്ഷീണിച്ചു പോവുകയാണ്. परिश्रम करते 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 वो थक जाते हैं, ജയത്തിന് വേണ്ടി പരിശ്രമിച്ച് പരിശ്രമിച്ച് നിരാശപ്പെട്ടു പോവുകയാണ്. जय के लिए परिश्रम करते 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 निराश हो जाते ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം എല്ലാവരോടും ഉള്ളതാണ്, എന്നാൽ പ്രത്യേകിച്ച് ചിലരോടുള്ള ഒരു ദൂതാണ്. हैं। ये संदेश आपका जो सबके लिए है, लेकिन कुछ लोगों के लिए ये खास है। പരിശ്രമിച്ച് തോറ്റുപോയവരോട് പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ ഈ രാത്രി മുതൽ ഒരു ജയം കാണാൻ പോകുക. परिश्रम करके हार चुके ऐसे लोगों के साथ परमेश्वर कहता है कि आज रात से तुम एक जय प्राप्त करने जा रहे हैं। ജയത്തിന് ഒത്തിരി ടോപ്പിക്കുകളുണ്ട്, ഒത്തിരി ടോപ്പിക്കുകളുണ്ട്. जय के बहुत सारे टॉपिक हैं, എന്നാൽ അതിന്റെ ഏറ്റവും ഹൈ ടോപ്പിൽ നിൽക്കുന്നത് അഭിഷേകമാണ്. लेकिन उसके सबसे ऊंच क्षेत्र पर सीढ़ी पर खड़े होने वाली बात अभिषेक है। നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാതെ പഠിച്ചാലും, क्योंकि आप उत्पत्ति से लेकर प्रकाशित वाक्य तक विज्ञान देते रख भी लो, ആമേൻ, നമുക്ക് ആത്മീയ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയത്തില്ല. आप आज को जीत नहीं पाएंगे। ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഒരു അഭിഷേകം വീഴാൻ പോകുക. आज आपको परमेश्वर कहते हैं कि वो अभिषेक आज आपके ऊपर गिरने वाले हैं। ഒരു ജയം നൽകുന്ന അഭിഷേകം വെളിപ്പെടാൻ പോകുക. एक जय देने वाला अभिषेक आज प्रकट होने वाला है। എന്തിനോട് ജയിക്കണം, എന്തിനെ ജയിക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. किससे हमें जीतना है, किस पर हमको जीत प्राप्त करना है, यदि हमको वो नहीं पता तो हम जीत नहीं पाएंगे। അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത്, ഒരുവൻ എന്തിനോട് തോൽക്കുന്നോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. इसलिए पतरस ने कहा कि एक व्यक्ति जिस पर हार जाता है उसका अधीन हो जाता है। ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരുവൻ എന്തിനോട് തോൽക്കുന്നോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. एक बार और मैं कहता हूँ, एक व्यक्ति जिस चीज पर हार जाता है उस चीज का वो अधीन हो जाता है, गुलाम बन जाता है। 3 കാര്യം ഞാൻ വേഗത്തിൽ പറയാം, വിശദീകരിക്കുന്നില്ല. 3 बातें मैं बता के देता हूँ। ഒന്ന്, നമ്മുടെ ആത്മീയത്തിൽ മുന്നേറുന്നതിന് തടസ്സമായി നമ്മളെ തോൽപ്പിക്കുന്ന ഒന്നാണ് ഓൾഡ് മൈൻഡ്, പഴയ മനുഷ്യൻ. एक पहली बात जो हमारे आंतरिक गति को रोक रही है वो यह है हमारा पुरानी चिंताएं, पुरानी माइंड। ഒരാമേൻ പറയാവോ? क्या 2, നമ്മളെ പരാജയപ്പെടുത്തുന്ന ഒന്നാണ് പാപം, നമ്മിൽ വസിക്കുന്ന പാപം. दूसरा हमें पराजय करने वाली बात है हमारे अंदर बात करने वाला पाप। മറ്റെല്ലാ പാവങ്ങളും പ്രത്യക്ഷമായ പാവങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. अब कुछ पाप जो बाहर प्रकट होती है वो ढूंढना या पता चलना बहुत आसान है। എന്നാൽ നമ്മളെ തോൽപ്പിക്കുന്ന ഒരു പാപത്തെക്കുറിച്ച് എബ്രായ ലേഖനം പറയുന്നു, लेकिन हमें हराने वाली इस पाप के बारे में इब्रानियों की पत्री में कहा गया है, മുറുകെ പറ്റുന്ന പാപം. हमें पीछा करने वाला पाप, മുറുകെ പറ്റുന്ന പാപം, നമ്മളെ മുറുകെ പിടിക്കുന്ന പാപം. हमें पीछे पकड़ लेने पीछा करने वाला पाप। അതിനിങ്ങനെ വേണമെങ്കിൽ പറയാം, എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ജയിക്കാൻ കഴിയാത്തൊരു പാപം. कितना भी उपवास करें, कितनी भी प्रार्थना करें, हम उसके ऊपर जीत नहीं प्राप्त कर पा रहे हैं, ऐसा ही पाप। ഇങ്ങനെ മൂന്നാമത്തെ ഒന്നാണ് ദുരാത്മാമണ്ഡലം, ദുരാത്മാവ്. तीसरा है दुष्ट आत्मा का एक मंडल। ഈ 3 കാര്യത്തെ ജയിച്ചില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ കഴിയത്തില്ല. ये 3 बातों के ऊपर अगर हम जीत
नहीं प्राप्त कर पाते, हम आत्मिक क्षेत्र में उन्नति नहीं कर पाते। യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞ എല്ലാ വാക്കുകളും ഭയങ്കര സിൻസിയർ ആയിട്ട് പറഞ്ഞതാണ്. यूहन्ना की पत्री में जो भी प्रार्थना है वहां पर कही गई है वो काफी सिंसियरिटी के साथ वहां पर कहा गया എന്നാൽ ഭയങ്കര ഗൗരവത്തോടെ കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാവാചകമുണ്ട്. കർത്താവെ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. उस प्रार्थना में काफी गौरव के साथ काफी गंभीरता के साथ परमेश्वर ने प्रार्थना किया हुआ एक सेंटेंस इस प्रकार से है कि हे परमेश्वर, दुष्ट के हाथ में ये पड़ न जाए, ऐसा इन्हें छुड़ा लेना। നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हो? എന്താ കർത്താവ് അത്ര ഗൗരവത്തോടെ പ്രാർത്ഥിച്ചത്? तो परमेश्वर इतनी गंभीरता के साथ प्रार्थना ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടാൽ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഫ്രീ ആകാൻ, വിടുവിക്കപ്പെടാൻ ഒരുപാട് പാടാം. अगर दुष्ट के हाथ पर हम अगर फंस गए, अगर हम इसमें उस फंसने पर आ गए, तो उस समय से छुड़ाना और उससे बच के बाहर आना कितनी कठिन की बात है। നമുക്കറിയാം, യേശു കർത്താവിന്റെ കൂടെ എവരി ടൈം ഓൾവേസ് ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യൂദ. ഈ യൂദൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു. आप जानते हैं कि ईश्वर के चेहरों के साथ हमेशा रहने वाला विश्व में एक और खुदा शैतान के दुष्ट के हाथ में पड़ गया। ഇത് രാത്രി ഒരുപാട് ദൈവവചനം അറിയാവുന്നവർ ഇതിന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. हाँ, मैं जानता हूँ कि बहुत अच्छे से वचन जानने वाले जो भी इसके अंदर बैठे हैं। പക്ഷെ പിശാചിന് എപ്പോഴും ആത്മമണ്ഡലത്തിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ. और शैतान जो है वो आत्मा के मंडल से हमें जो है वो नजर लगा सकता है। നിങ്ങൾക്കറിയാമോ, ഈ ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും നിന്നത് സ്പിരിച്വാലിറ്റിയുടെ ഹൈ ലെവലിലായിരുന്നു, ടോപ്പ് ലെവലിലായിരുന്നു. क्या आप जानते हो कि एडन वाटिका में आदम और हव्वा जो खड़े थे वो आत्मिक मंडल के सबसे उच्च स्तर पर खड़े थे। അവിടുന്നാണ് പിശാജ് അവരെ വീഴ്ത്തിക്കളഞ്ഞത്. वहां से शैतान ने उन्हें गिरा दिया। പിശാചിന് അതിന് കഴിഞ്ഞെങ്കിൽ शैतान ने कर पाया അവന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, उसकी योजनाओं को, उसकी पद्धतियों को अगर हम समझ लेंगे, परखकर जानने के बाद യൗവനത്തിൽ പ്രത്യേകിച്ച് സ്പെഷ്യലി യൗവനത്തിൽ അവന്റെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. खास तौर से जवानी के वक्त हम दुष्ट के हाथ में फंस जाना बहुत ही आसान അകപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ തെളിവ് എന്താണ്? എന്നാലും പാടും, നമ്മൾ പ്രാർത്ഥിക്കും, ആരാധിക്കും. है। अगर एक बार फंस गए दुष्ट के हाथ में तो कितना समझ में आता है, फंसने के बाद भी हम गीत गा सकते हैं, आराधना कर सकते हैं, प्रार्थना कर सकते हैं, പക്ഷേ നമ്മുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. लेकिन हमारी चिंताएं बदलने लगती है। വചനത്തിന് കൊടുക്കേണ്ട ഗൗരവം, ഉപദേശങ്ങൾക്ക്, ഡോക്ടറിൻസ് കൊടുക്കേണ്ട ഗൗരവം കുറയാൻ തുടങ്ങും. वचन को जो गंभीरता देना चाहिए वो सारी गंभीरता हम वचन को प्रमुखता रखती है। വചനത്തിൽ അങ്ങനെ പറയുന്ന എല്ലാം ഒന്നും അനുസരിക്കണമെന്നില്ല. वचन में जो ऐसी लिखा है सारी बातें मानना जरूरी नहीं। ആമേൻ. ബയ്യ പറയുന്നത് അല്ലെങ്കിൽ പാസ്റ്റർ പറയുന്ന എല്ലാം ഒന്നും അങ്ങനെ ചെയ്യണമെന്നില്ല. और जो भैया कहते हैं, जो दीदी, जो पास्टर कहते हैं, वो सब कुछ वैसे की वैसी मानना जरूरी नहीं है। അതിപ്പോ അങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ പോയാൽ എന്താ, अगर मैं ऐसा किया तो क्या हो गया, अगर मैं ऐसा गया तो क्या हो गया। അങ്ങനെ ആ വചനത്തിലുള്ള ഗൗരവം കുറയാൻ തുടങ്ങും. ऐसे वचन की जो गंभीरता है वो हमारे जीवन में कम होने लग जाती है। അതാണ് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഉള്ള തെളിവ്. ये है कि आप दुष्ट के अंदर फंस चुके हो, ऐसी सबूत। അതുകൊണ്ട് യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുക ശിഷ്യന്മാർക്ക് വേണ്ടി, ഇവർ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ സൂക്ഷിക്കണമേ. इसलिए ईश्वर जी ने ऐसी प्रार्थना की अपने चेलों के लिए कि ये दुष्ट के हाथ में फंस न जाए, इन्हें छुड़ा लेना। അപ്പൊ മൂന്നാമത് നമ്മൾ ജയിക്കേണ്ട ഒരു ആത്മമണ്ഡലത്തിലെ ഈ ദുഷ്ടനുണ്ട്, അല്ലെങ്കിൽ പൈശാചിക മണ്ഡലമുണ്ട്. तीसरा क्षेत्र जहां पर हमें जीत प्राप्त करनी है, उस क्षेत्र पर भी दुष्ट का काम होता है। അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാതെ അവനെ ജയിക്കാൻ കഴിയില്ല. उसके तत्वों को या उसकी पद्धतियों को बिना समझे हम उसको जीत नहीं सकते। നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം ആക്കിയത് ആ തോട്ടം കാവൽ ചെയ്യാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. हम जानते हैं कि एडन वाटिका में आदम को इसलिए रखा था कि उसको वाटिका की रखवाली करे। എന്നാൽ എന്റെ ചോദ്യം, ഈ കാവൽ ചെയ്യുന്നവൻ അറിയാതെ എങ്ങനെ പിശാച് അതിനകത്ത് കയറി? लेकिन मेरा प्रश्न,
ഈ ആദാം അറിയാതെ ഒരിക്കലും പിശാചിന് അവിടെ പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു. അതിനാണ് ദൈവം അവിടെ ആക്കിയത്, പ്രൊട്ടക്ട് ചെയ്യാൻ ആക്കിയത്. आदम ने उस आदम को रखवाली करने के लिए रखा गया था, लेकिन शैतान भी कैसे घुसा? आदम उसे जान क्यों नहीं पाया कि शैतान अंदर घुसा है? യേശു പറഞ്ഞു, വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. वचन कहता है कि जो सीधे मार्ग से नहीं आता, वो चोरी करने के लिए और लूटने के लिए आता है। അതുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞത്, ദൈവ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. इसीलिए वचन पर कहा है कि वचन को छोड़कर न दाएं न बाएं मुड़ना। വചനത്തിൽ അടിസ്ഥാനമല്ലാത്ത എല്ലാ കാര്യങ്ങളുടെ പിന്നിലും ഈവിൽ സ്പിരിറ്റ് ആണ്. वचन से जो आधारित नहीं है, उन सारी बातों के पीछे दुष्ट आत्मा का काम है। അവന്റെ വഴിയിലൂടെ അവന്റെ ഒരു ഡോറ് നമ്മൾ തുറന്നിട്ടാൽ അവൻ അകത്ത് പ്രവേശിക്കും. अगर हम शैतान के लिए परमेश्वर की इच्छा के बिना कोशिश करते हैं तो शैतान के द्वार हम खुला छोड़ रहे हैं। ഇന്ന് രാത്രി കരമയുയർത്തി നല്ല ഹല്ലേലൂയ പറയാമോ? आज आपके खाते हम एक अच्छी हालेलुया कहेंगे। ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയുന്നു, നമ്മളെ കർത്താവ് ശക്തീകരിച്ചിട്ട് ജയം നൽകുന്ന അഭിഷേകം ചെയ്യാൻ പോകുക. और आत्मा कहना है कि हमें बलवंत करके हमें एक जीत दिलाने वाला अभिषेक देने वाले हैं। ഇവിടെ പറയുന്നത്, നിങ്ങൾ യൗവനക്കാരെ നിങ്ങൾ ശക്തരാകയാലും यहाँ पर कहा कि हे नौजवानों, बलवंत हो, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. उसने दुष्ट के ऊपर जीत प्राप्त कर चुके हैं, इसीलिए मैं आपको बोल रहा हूँ। അപ്പൊ ആ ദുഷ്ടനെ ജയിച്ചവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, उस दुष्ट के ऊपर जिसने जीत प्राप्त किया है, उनसे हम आत्मावाणी हुई है। ഇവരെങ്ങനെ ദുഷ്ടനെ ജയിച്ചത്? कैसे तुमने दुष्ट के ऊपर जीत प्राप्त किया है? ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ കർത്താവ് നിങ്ങളോട് ഒരു ദൂത് പറയാൻ എന്നോട് പറയും. जब मैं ये कह रहा हूँ तो भगवान तो मुझे एक वाणी कहने के लिए कह रहा है। ഒരു സൈന്യം തോറ്റു കിടക്കാനും സാധ്യതയുണ്ട്, ജയിച്ചു കയറാനും സാധ്യതയുണ്ട്. आपको कह दिया, ഒരു സൈന്യം തോറ്റു കിടക്കാനും സാധ്യതയുണ്ട്, ജയിച്ചു കയറാനും സാധ്യതയുണ്ട്. एक सेना हार तक भी पड़ी रह सकती है और जीत कर भी वो प्रवेश कर सकती है। ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? मैं जो बोल रहा हूँ कि आप समझ रहे हो। 2025 പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, ഇതിനകത്തൊരു സൈന്യത്തെ ജയിച്ചു നിൽക്കുന്ന ഒരു സൈന്യത്തെ കർത്താവ് കാണുന്നു. हमें 2025 में परमेश्वर कह रहा है कि जीत प्राप्त किया हुआ एक सेना को परमेश्वर उसके अंदर देख रहा है। നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി എത്ര വലുതാണെങ്കിലും പരിശുദ്ധാത്മാ പറയും, നിങ്ങൾ അതിനെ ജയിക്കാൻ പോവുകയാണ്. आपके जीवन में आने वाली चुनौतियां कितनी बड़ी भी क्यों ना हो, पवित्र आत्मा कहती है कि तुम उसके ऊपर जीत को प्राप्त कर चुके हो। ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. जीत आपको परमेश्वर दिलाने वाला है। ഒരു സൈന്യം ജയിച്ചു കയറുന്ന സൈന്യമാണ്. एक सेना जीत कर चढ़ने वाली एक सेना के समान चलते जा रही है। ഇത്രയും യൗവനക്കാരെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൂട്ടിയത് ജയിക്കാൻ വേണ്ടിയാണ്. आमेन आमेन आमेन। इतने सारे नौजवानों को परमेश्वर ने यहाँ पर इतने ऐसे इकट्ठा कराया है कि तुम जीत कर जाओ। എനിക്ക് എല്ലാവരോടും ദൈവവചനം പറയുന്നത് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടമാണ് ഈ യൂത്തിനോട് വചനം പറയുന്നത്. मेरे को सबसे वचन शेयर करना बहुत पसंद है, लेकिन इससे भी सबसे अधिक मुझे नौजवानों को वचन देना बहुत കാരണം നമ്മുടെ യൗവനത്തിൽ നമ്മൾ കയറിപ്പോയാൽ, ജയിച്ചാൽ അതൊരു അസാധാരണ കാര്യമാണ്. आमेन आमेन। हमारी जवानी के वक्त पर अगर हम जीत को प्राप्त करके अगर ऊपर की ओर बढ़ते हैं तो वो एक असाधारण शक्ति है। തിരിച്ചറിവിന്റെ ഒരു അഭിഷേകം ഇന്ന് രാത്രി ചലിക്കാൻ പോവുകയാണ്. परखने की एक आत्मा यहाँ पर मौजूद है। നിങ്ങൾ അടുത്തു വരുന്ന വ്യക്തികളെ തിരിച്ചറിയുന്ന, आमेन आमेन आमेन। आपके सामने आने वाले व्यक्ति को आप परख पाओगे, ऐसी एक आत्मा। എന്നോട് ഇങ്ങനൊരു പദം പരിശുദ്ധ പറഞ്ഞത്, കുരുക്കാൻ വരുന്ന വ്യക്തികളെ തിരിച്ചറിയുന്ന ഒരു അഭിഷേകം വീഴാൻ പോവുകയാണ്. ऐसा अभिषेक तुम्हारे सामने दिलाने के लिए आएगा, लेकिन तुम उसको परख कर जान जाओगे। ऐसी एक अभिषेक तुम्हारे ऊपर गिरेगा। നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ സൗന്ദര്യം ഒക്കെ നോക്കി വരുന്ന ചിലതിനെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. आमेन आमेन। आपकी काबिलियत, आपकी योग्यता, आपकी खूबसूरती को देखकर आपके पीछे आने वाले व्यक्तियों को आपको देखकर ही आपने समझ पाओगे।
നമ്മുടെ യൗവനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് ഫ്യൂച്ചറിൽ വെളിപ്പെടാൻ പോകുന്നത്. हमारी नौजवानी में हम क्या करते हैं वो भविष्य में वो प्रकट होता है। പിശാചിന് ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം. शैतान हमसे सबसे अधिक छीन कर लेकर जाने वाली बात है समय। കർത്താവ് കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് ദൂതായിട്ട് പറയുകയാണ്. पिछले रात को परमेश्वर ने मुझसे कहा वाली बात को കർ- पानी के तौर पर कहा। കർത്താവിനോട് പറഞ്ഞത്, ആമേൻ, യൗവനക്കാരോട് സംസാരിക്കാൻ പറഞ്ഞൊരു പദവിത, നിങ്ങളുടെ ബുദ്ധിയല്ല ദൈവത്തിന് ആവശ്യം, നിങ്ങളുടെ സമയമാണ്. ഒരാമയം പറയാമോ? परमेश्वर ने पिछले रात को मुझसे ऐसे कहा, ये नौजवानों से कहो, पर ये नहीं करते हैं, बल्कि मुझे तुम्हारा समय നിങ്ങൾ സമയം ദൈവത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് ഇല്ലാത്ത ബുദ്ധി ഉണ്ടാകും. ഒരാമയം പറയാമോ? अगर आप परमेश्वर को अपना समय देने लगोगे तो जो बुद्धि तुम्हें नहीं है और वो बुद्धि परमेश्वर तुम्हें दे ഈ പത്രോസിനെ കുറിച്ച് പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവർ പഠിപ്പില്ലാത്തവരെന്നായിരുന്നു. പഠിപ്പില്ലാത്തവർ. के बारे में ऐसा था वो पढ़े लिखे नहीं अनपढ़। ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പത്രോസിനെ മേൽ വന്നു കഴിഞ്ഞാൽ പത്രോസ് ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക, മൂലപദാർത്ഥങ്ങൾ കത്തിയിരിവൻ. സയൻസ് എഴുതി വെക്കുക. जब पत्रस के ऊपर अभिषेक आया, पत्रस ने अपनी पटरी पर ये लिख के रखा कि आने वाले जो दिनों में वो सिद्धांत चलकर भस्म हो जाएगा। ഒറ്റ വാക്യം പറഞ്ഞ മീൻപിടുത്തക്കാരനെ അഭിഷേകത്തിന് സയന്റിസ്റ്റ് ആക്കാൻ പറ്റും. മിണ്ടുന്നില്ലല്ലോ. एक शब्द में कहने में तो एक मछुआरा जो अनपढ़ था उसे पवित्र आत्मा एक साइंटिस्ट बना दिया। അത് കേട്ടിട്ട് ഒരു സന്തോഷമില്ലേ? वो देखकर कोई खुश नहीं हुए क्या? ആമേൻ. മീൻപിടുത്തക്കാരനെ സയന്റിസ്റ്റ് ആക്കി. एक मछुआरे को साइंटिस्ट बना दिया। ഹല്ലേലൂയ. അല്ല, കർത്താവ് അതുകൊണ്ട് പറഞ്ഞ ബുദ്ധി കർത്താവ് തരുന്നതാ, ജ്ഞാനം കർത്താവ് തരുന്നതാ, സമയമാണ്. കർത്താവ് ചോദിക്കുന്ന നമ്മുടെ സമയമാണ്. परमेश्वर कह रहे हैं आपका ज्ञान परिज्ञान परमेश्वर होता है, लेकिन परमेश्वर आपसे एक बात पूछ रही है, क्या आप परमेश्वर को अपना समय देने को तैयार हैं? നമ്മൾക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. जो हमारे पास नहीं है वो भी वही है। കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഒരു സഹോദരനോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് വരത്തില്ലേ, മീറ്റിങ്ങിന് കയറത്തില്ലെന്ന് ചോദിച്ചു. पिछले दिन एक भाई ने था कि क्या आप मीटिंग में नहीं आ रहे हो? അപ്പം ആ സഹോദരൻ പറഞ്ഞു, വരാൻ പറ്റത്തില്ല പാസ്റ്ററെ. ഇപ്പൊ എന്താന്ന് ചോദിച്ചു. तो वो भाई ने कहा कि मैं आ नहीं सकता। तो उन्होंने पूछा कि वो क्या हो गया? ഒരു പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ടെന്ന്, റിലീസായിട്ടുണ്ട്. एक नया मूवी हुआ है, ഒരു പുതിയ മൂവി റിലീസായിട്ടുണ്ടെന്ന്. एक नया मूवी हुआ है, അപ്പൊ സമയമില്ല. उनके पास समय नहीं। കർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ യൗവനത്തിൽ ബുദ്ധി ഇല്ലാത്തതുണ്ടായി വരും, സമയം കർത്താവിന് കൊടുക്കുക. मैं परमात्मा इस प्रकार से मुझसे कहा कि जो बुद्धि तुम्हें नहीं है वो बुद्धि परमेश्वर देगा, लेकिन आप आपका समय परमेश्वर को देगा। അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ ശക്തരാണ്. इसी वक्त को वचन यहाँ पे कहते हैं कि तुम बलवंत हो, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ്. आप दुष्ट के ऊपर जीत प्राप्त कर चुके हो। ശക്തരാകാതെ ജയിക്കാൻ കഴിയത്തില്ല. बिना सामर्थ्य प्राप्त किए आप जीत नहीं सकते। നമുക്കറിയാം, ഏത് ഫിസിക്കൽ യുദ്ധ ഫൈറ്റിംഗ് ആയാലും സ്പിരിച്വൽ ഫൈറ്റിംഗ് ആയാലും ശക്തി ഇല്ലാതെ ജയിക്കാൻ കഴിയില്ല. कोई भी एक शारीरिक युद्धों से आत्मिक युद्ध हो, बिना बल के हम जीत नहीं प्राप्त कर सकते। കാരണം യുദ്ധത്തിനകത്ത് ശക്തി കൂടുതലുള്ളവരാണ് ജയിക്കുന്നത്. क्योंकि युद्ध के अंदर जिनके पास ज्यादा शक्ति है वो जीतता है। ഹല്ലേലൂയ. അന്നേരം കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുകളിൽ, പൈശാചിക മണ്ഡലങ്ങൾക്ക് മുകളിൽ, നിങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളികൾക്ക് മുകളിൽ ദൈവം അസാധാരണ ശക്തി തരാൻ പോകുകയാണ്. संसार में इस प्रकार से कह रहा है कि आपकी मौतों से भी बढ़कर, आपके जीवन में आने वाली परेशानियों से भी बढ़कर उसे जीतने के लिए इससे भी एक बड़ा Jesus.